നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഞാൻ മാത്സ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ആയിട്ട് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതെനിക്ക് മെസ്സഞ്ചറിൽ വന്നൊരു റിക്വസ്റ്റാണ്. ഈ ഡെസിമൽസ് ഉണ്ടല്ലോ, ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈ ചെറിയ കുട്ടിയൊക്കെ എത്ര പഠിപ്പിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പം ഞാനും ആലോചിച്ചു, കാരണം എൻ്റെ മോനെയും പഠിപ്പിക്കുന്നത് ഭയങ്കര പാടായിരുന്നു ഡെസിമൽസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതായത് ഒരു ഡെസിമൽ നമ്പർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1000 ഇതൊക്കെ വരുമ്പോൾ പോയിന്റിൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ മാറുന്നു എന്നുള്ള അവരുടെ മനസ്സിലേക്ക് എങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞാനും ചിന്തിച്ചത്. അങ്ങനെ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ആ വഴി വെച്ചാണ് ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതേ ട്രിക്ക് നിങ്ങളുടെ കുട്ടിയൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. കൂടെ ഈ മെസ്സേജും കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇത് കറക്റ്റ് ടൈമാണ് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെസിമൽസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈസി ട്രിക്ക്. ഓക്കെ, അതായത് നമുക്കറിയാം ഡെസിമൽ ഫോർവേഡ് ജമ്പും ബാക്ക്വേഡ് ജമ്പാണ് ആ ഡെസിമൽ പോയിന്റ്. പക്ഷേ എപ്പോൾ ഫോർവേഡ് എപ്പോൾ ബാക്ക്വേഡ് എന്നുള്ളതാണ് കുട്ടിക്ക് ഡൗട്ട് വരുന്നത്. ഈ കൺഫ്യൂഷൻ എങ്ങനെ എളുപ്പത്തിൽ അവരുടെ മനസ്സിന് ഒരിക്കലും പോവാത്ത രീതിയിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഇതാണ് നമ്മുടെ ടോപ്പിക്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ് വിത്ത് ടെൻസ്, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്. ഈ 3 നമ്പേഴ്സിനെ കൊണ്ടാണ് ഞാൻ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു ചോദ്യം എന്താ, 2.3 ഇൻറ്റു 10, അതേപോലെ 2.3 ഡിവൈഡഡ് ബൈ 10. ഇത് ഞാനിപ്പോൾ ഒന്നിച്ചെഴുതാണ്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒന്നിച്ചെഴുതാണ്. കാരണം ഇതിൻ്റെ ഒരു ട്രിക്കാണല്ലോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കവിടെ ഒന്നിച്ച് 2 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എഴുതി വയ്ക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഇപ്പോൾ ഡിയും എമ്മും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒന്നുമില്ല, ആൽഫബറ്റിക്കൽ ഓർഡർ ആയിട്ട് ഡി മുതൽ എം വരെ ഒന്ന് എഴുതിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം. മൾട്ടിപ്ലിക്കേഷൻ്റെ എമ്മും ഇവിടെയുണ്ട്, ഡിവിഷൻ്റെ ഡിയും ഉണ്ട്. ഇതൊക്കെ അവരെപ്പോഴും ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ട്രിക്കായിട്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും മാത്സിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിവിഷനായി മൾട്ടിപ്ലിക്കേഷനായി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഈ ഐ കണ്ടോ, ഇതിനെ നമുക്ക് ഒരു ഗേറ്റ് ആയിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഓക്കെ, ഇത് ഗേറ്റ് എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഡെസിമൽ പോയിൻറ്റ്സിന് ഒരു ബോളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണുന്നൊരു ഡെസിമൽ പോയിൻറ്റ്, ഇവിടെയുണ്ട് ഒരു ഡെസിമൽ പോയിൻറ്റ്. ആ ഡെസിമൽ പോയിൻറ്റ് നമുക്കൊരു ബോളായിട്ട് കരുതാം. എന്നിട്ട് ആ ബോളുള്ളത് ഈ ഗേറ്റിൻ്റെ മുകളിലാണ്. ഈ ഗേറ്റിൻ്റെ മുകളിലാണ് ഈ ബോളുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാം. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണോ ഡിവിഷനാണോ ചെയ്യേണ്ടതെന്നനുസരിച്ചിട്ടാണ് ഈ ബോളിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ ബോള് ഫോർവേഡായിരിക്കും ജമ്പ് ചെയ്യുക. കാരണം മൾട്ടിപ്ലിക്കേഷൻ ഈ ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലാണുള്ളത്. ഓക്കെ, പിന്നെ ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതേ ബോള് ലെഫ്റ്റിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഡി എവിടെയുള്ളത്, ഈ ഗേറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. സോ ഐ എന്ന് പറയുന്നത് ഒരു ഗേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഐൻ്റെ മുകളിലാണ് നമ്മുടെ ബോൾ ഉള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡ്, ഡിവിഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ്. ഈ ഒരു കാര്യം അവരുടെ മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ സംഭവം വളരെ എളുപ്പമായി. ഇതിലിപ്പോൾ 2.3 ഇൻറ്റു 10. അപ്പോൾ ആദ്യം അവരുടെ അടുത്ത് ചോദിക്കുക, നമുക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷനാണോ ഡിവിഷനാണോ? മൾട്ടിപ്ലിക്കേഷനാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ബോൾ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക് പോകണം. ഇനി എത്ര പ്രാവശ്യം ജമ്പ് ചെയ്യണം എന്നുള്ളത്, ഇവിടെ എത്ര സീറോസ് ഉണ്ട് നോക്കാൻ പറയാം. ഇവിടെ ഇപ്പോൾ എത്ര സീറോസ് ഉള്ളത്, ഒരൊറ്റ സീറോ ഉള്ളൂ. സോ ഒരു പ്രാവശ്യം ജമ്പ് ചെയ്താൽ മതി എന്ന് പറയാം. ഓക്കെ, ഈ ബോൾ ഇവിടെയാണെന്നുള്ളത്, ഇതാണ് ഗേറ്റ്. ഇപ്പോൾ സെൻറ്ററിലാണ് ഗേറ്റ് ഉള്ളത്. ഗേറ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു പ്രാവശ്യം ജമ്പ് ചെയ്യും. സോ എന്ത് സംഭവിക്കും, ഇവിടെ ഉണ്ടായിരുന്ന പോയിൻ്റ് 3 കഴിഞ്ഞിട്ടായി. അതിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ 3 കഴിഞ്ഞിട്ട്. അതിനുശേഷം നമുക്കൊരു 0 വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ 23 എന്ന് മാത്രം എഴുതിയാൽ ഓക്കെയാണ്. പക്ഷെ അപ്പോഴും ചില കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട്, ഈ പോയിന്റ് പിന്നെ കണ്ടില്ലെങ്കിൽ അതവിടെ പോയി എന്ന് ചോദിക്കും. 5th ഗ്രേഡ് 4th ഗ്രേഡ് ഒക്കെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മിക്കവാറും 5th ഗ്രേഡ് മുതലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ വരും ഈ പോയിന്റ് എവിടെ പോയി എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും ഭേദം നമുക്ക് ഈ പോയിന്റ് അവിടെ ഉണ്ടായിട്ട് അതിൻ്റെ കൂടെ ഒരു 0നും കൂടെ ആഡ് ചെയ്താൽ മതി. അല്ലാതെ പോയിന്റ് മാത്രമായിട്ട് അവിടെ വയ്ക്കുമ്പോൾ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു 0 കൂടി ഇട്ടാൽ 23.0 ആയി. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെയുള്ള പോയിന്റ് ഒരു പ്രാവശ്യം 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പ്രാവശ്യം മുന്നോട്ടേക്ക് ജമ്പ് ചെയ്യുന്നത്. ഇനി ഇതേ സംഭവം അവരുടെ അടുത്ത് ചോദിക്കുക, 2.3 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക. അപ്പോൾ അവർ തന്നെ പറയും ഡിവിഷൻ ആണെങ്കിൽ ബോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. സോ ഇതാണല്ലോ നമ്മുടെ ബോൾ. അപ്പോൾ എത്ര പ്രാവശ്യം ജമ്പ് ചെയ്യണം, 0 ഒരു പ്രാവശ്യം ജമ്പ് ചെയ്യേണ്ടത്. സോ
ഈ ബോളൊന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത്, അപ്പോൾ പോയിൻ്റ് ഇവിടെയാണ് ഉള്ളത്. സോ 0.23 എന്നാണ്. നേരത്തെ ഇവിടെ 0 ഇട്ടതുപോലെ ഇവിടെയും നമുക്ക് 0 ഇടാം. സോ ആൻസർ 0.23. ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് അവരെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനായിട്ട് ചെയ്യിക്കുക. അപ്പോൾ തന്നെ ഈ ബോൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിലേക്ക് നന്നായിട്ട് കയറും. ചെറിയ കുട്ടികളാകുമ്പോൾ ഇതൊരു ഗെയിം പോലെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ അവരൊരിക്കലും മറക്കില്ല. ഇനി നമുക്ക് 100ഉം 1000 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അതേപോലെ 100 and 1000 അത് യൂസ് ചെയ്തിട്ടുള്ള ഡിവിഷൻ നോക്കാം. അപ്പോൾ 100നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എഗെയിൻ പോയിന്റ് ഇതാണ്. ഡെസിമൽ പോയിന്റ് എങ്ങോട്ടേക്കായിരിക്കും ജമ്പ് ചെയ്യുക? ഫോർവേഡ് ആണ്, ബിക്കോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഓരോ തവണ ഇത് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 2.3 ഇതിന് എത്ര ടൈംസ് ജമ്പ് ചെയ്യണം? 2 ടൈംസ് ജമ്പ് ചെയ്യണം, ബിക്കോസ് 2 സീറോസാണ് ഉള്ളത്. സോ ഇത് ഈ ബോൾ ഫോർവേഡ് ജമ്പാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇങ്ങോട്ട് വന്നു, ഇനിയും ഒരു പ്രാവശ്യം കൂടെ മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഇവിടെ സ്പേസ് ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സ്പേസ് ഇല്ലെങ്കിൽ അവിടെ നമ്മളൊരു ഡമ്മി സീറോനെ വെക്കും. ആർക്കൊക്കെ സ്പേസ് ഇല്ലയോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹെൽപ്പായിട്ടൊരു ഡമ്മി സീറോനെ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ സ്പേസ് ഇല്ല. പോയിന്റ് ഇവിടെ വന്നു, 3 വന്നു, പിന്നെ 3 കഴിഞ്ഞിട്ട് ഒരു നമ്പറും കൂടെ വേണം. പക്ഷേ അതിനവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർ ചോദിക്കും, അപ്പോൾ പോയിന്റ് എവിടെ പോയി? അപ്പോൾ പോയിന്റ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ജമ്പ് ചെയ്ത് നമ്മുടെ ഡെസിമൽ പോയിന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു 0 അങ്ങോട്ട് കൊടുക്കാം. 230 ആണ് ആൻസർ വരും. പക്ഷേ ചില കുട്ടികളൊക്കെ ചോദിക്കും ഈ പോയിന്റ് കാണാത്തപ്പോൾ ആ പോയിന്റ് എവിടെ പോയി എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അവരുടെ ഒരു തൃപ്തിക്ക് വേണ്ടി നമുക്ക് ഈ പോയിന്റ് ഇവിടെ ഇട്ടിട്ട് പോയിന്റിന് ശേഷം ഒരു 0 കൂടെ ഇട്ടിട്ട് കാണിക്കാം. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഇപ്പോൾ 3 ടൈംസ് ജമ്പ് ചെയ്യണം. അപ്പോൾ ബോൾ ഇവിടെയാണുള്ളത്. എഗെയിൻ എപ്പോഴാണ്? ഫോർവേഡ് ജമ്പാണ്. 2 സ്ഥലം ആവശ്യമുണ്ട്. ഇനി സ്പേസ് ഇല്ല. അപ്പോൾ 2 ഡമ്മി സീറോസിനെ കൊടുക്കണം നമ്മൾ. അപ്പോൾ 2, 3 2 പ്രാവശ്യം ഇത് ഡമ്മി സീറോസിനെ കൊടുത്തു. പോയിന്റ് ഇവിടെ വന്ന് നിന്നു. അതിനുശേഷം കൂടെ ഒരു പോയിന്റ് ഇട്ട് നമുക്കിത് ആൻസർ എഴുതാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 100 ആണെങ്കിൽ 2 ടൈംസ് ഫോർവേഡ് ജമ്പ് ഉണ്ടാവും. സ്പേസ് ഇല്ലെങ്കിൽ അവിടെ നമ്മളൊരു ഡമ്മി സീറോനെ കൊടുക്കും. ഇനി ഇതേ സംഭവം തന്നെയാണ് ഡിവിഷൻ. അപ്പോൾ നോക്കാം, ഡിവിഷൻ പക്ഷേ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഡിവിഷൻ ആണെങ്കിൽ ബാക്ക്വേർഡാണ്. ഈ ബോൾ ബാക്ക്വേർഡാണ് പോകുന്നത്. അപ്പോൾ എത്ര ടൈംസ് പോകണം? 100 ടൈംസ്. ഇതേ ചാടാൻ തുടങ്ങുവാണ്. ബാക്ക്വേർഡ് ജമ്പ് 1. അയ്യോ സ്പേസ് ഇല്ല വീണ്ടും. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചാടാം. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പോയിന്റിന് ശേഷം ഒരു 0, 2, 3 ഉണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നമുക്ക് അവിടെയും കൂടെ ഒരു 0 ഇടാം. ഓക്കെ ആണോ? പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ 0.023 എന്ന് എഴുതിയാലും ഓക്കെയാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് 0.023 എന്നാണ് നമ്മൾ എഴുതുക. ഇനി അടുത്ത് ഇവിടെ നോക്കുക, എത്ര പ്രാവശ്യം ജമ്പ് ചെയ്യണം? 3 ടൈംസ്, ബിക്കോസ് ഡിവിഷൻ വിത്ത് 1000 ആണ്. സോ 3 ടൈംസ് സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക്വേർഡ് ജമ്പാണ്. 1, 2 സ്ഥലത്ത് ആളെ വേണം, ഡമ്മീസിനെ വേണം. സോ നമുക്ക് 0, 0 കൊടുക്കാം. അപ്പോൾ പോയിന്റ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത് ഡമ്മി സീറോസ് ഉണ്ട്, പിന്നെ ഒരു 2, 3 നമ്മുടെ നമ്പറും ഉണ്ട്. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പോയിന്റ്. 1, 2, 3 ഇവിടെയാണ് പോയിന്റ് വന്ന് നിൽക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുമ്പോൾ 0.023. ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒന്നുകൂടെ നോക്കാം. 35.9 × 10. എഗെയിൻ മൾട്ടിപ്ലിക്കേഷനാണ്, ഫോർവേഡ് ജമ്പാണ്. സോ ദാ പോയിന്റ് ഇവിടെയുള്ളത്, നമ്മുടെ ബോൾ ഇവിടെയുള്ളത്. ഒരു പ്രാവശ്യം ജമ്പ് ചെയ്തിട്ട് ഇവിടെ എത്തി. സോ 359.0. ഓക്കെ, ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ വീണ്ടും ചോദിക്കുക, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഫോർവേഡ് ജമ്പാണ്. എത്ര ടൈംസ് ജമ്പ് ചെയ്യണം? ബോൾ 2 ടൈംസ്. സോ 1, 2 സ്പേസ് ഇല്ല. അപ്പോൾ അവിടെ എന്ത് എഴുതണം? 0 എന്ന് എഴുതാനും കൂടെ നമ്മൾ പഠിപ്പിച്ചു. സോ 3590 അവിടെയാണ് പോയിന്റ് ഉള്ളത്. പോയിന്റ് 2 പ്രാവശ്യം ചാടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം വേണം നിങ്ങൾക്ക് 0 ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയല്ല ഈ ഒരു പോയിന്റിന് ശേഷമുള്ള 0 പ്രശ്നം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഈ 3590 ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യട്ടെ. പക്ഷേ എൻ്റെ അടുത്ത് കുറേ വന്ന ചോദ്യമാണ്, ഈ പോയിന്റ് ഇവിടെ പോയി മിസ് ചെയ്യുമെന്ന് ചോദിക്കും. അതിപ്പോൾ വലിയ കുട്ടികളായതിനു ശേഷം അവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം 3.59 × 1000. ഇവിടെ എത്ര പ്രാവശ്യം മുന്നോട്ടേക്ക് വരണം? 3 ടൈംസ് ജമ്പ് ചെയ്യണം. സോ 1, 2 ഒരു പ്രാവശ്യം കൂടെ ഡമ്മീനെ വെച്ചിട്ടുള്ള ചാട്ടാണ് കേട്ടോ അത്. 359.0 പോയിന്റ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. അടുത്തത് ഡിവൈഡഡ് ബൈ 10. ഡിവിഷൻ ആണെങ്കിൽ ബാക്ക്വേർഡ് ജമ്പാണ്. ബോൾ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഡെസിമൽ പോയിന്റ് ഒരു പ്രാവശ്യം പുറകോട്ട് പോയാൽ മതി, ബിക്കോസ് 10നെ കൊണ്ടാണ് ഡിവിഷൻ ചെയ്യുന്നത്. സോ ആ പോയിന്റ് 1ന് ശേഷം എത്തി. അതായത് ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് ചാടിത ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ 1.284 ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര ടൈംസ് പോകണം? 2 ടൈംസ് ബാക്ക്വേർഡ് ജമ്പ് ചെയ്യണം. 1, 2 പോയിന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് 0.1284 ആണ് സ്റ്റാൻഡേർഡ് ഫോമിൽ. 0.1284 നമ്മൾ എഴുതി. ഇനി അടുത്ത് 1000 കൊണ്ട് ചെയ്യാം നമുക്കിതാ. പോയിന്റ് ഇവിടെ ഉള്ളത് എഗെയിൻ ബാക്ക്വേർഡ് ജമ്പാണ്. 1, 2 സ്പേസ് ഇല്ല, അവിടെ ഒരു 0 ആഡ് ചെയ്യണം.
സോ 0.01284 ആണ് ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇത്രയും ചെയ്ത് വെച്ചു. ഇത് നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് പഠിപ്പിച്ച് നോക്കൂ, അവർക്ക് തീർച്ചയായും മനസ്സിലാവും. പിന്നെ മിക്സഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് അത് എന്താ പറയുക, മാക്സിമം പ്രാക്ടീസും കൂടെ ചെയ്യിപ്പിക്കാം.